ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചക്കയും ചിക്കനും കൂട്ടിയിട്ട് ചക്ക ബിരിയാണി തിന്നാൻ ഒരു പൂതി. പിന്നെ ഒന്നും നോക്കില്ല, അതിൻ്റെ ഒരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ചക്കയും ചക്കക്കുരും വേവിക്കാൻ വയ്ക്കുക. ഇതിൻ്റെ അകത്തോട്ട് ഉപ്പിട്ടിട്ട് വേണം ഗൈസ് വേവിക്കാൻ, അത് മറക്കല്ലേ. പിന്നെ എണ്ണ ഒഴിക്കുക, ഉള്ളി സ്ലൈസ് ചെയ്തിടുക. ഇതൊരു ബ്രൗൺ കളറാകുമ്പോഴോട്ടും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്, മുളക് പൊടിയാണ്, അത് എരിവിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് തന്നെയാണ് ഉപ്പ് ചേർക്കേണ്ടത്. പിന്നെ ഒരു ഫ്ലേവറിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 2 സ്പൂണൊക്കെ മതിയാവും. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ മസാല ചേർക്കുക. അപ്പോഴോട്ട് നമ്മുടെ മസാല ആയോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു ചക്ക ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റായത് കുരുമുളകാണ്. അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് എൻ്റെ അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സി ഫാനാണെന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾ ഏത് ഫാനാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വേവിച്ച് വെച്ച ചക്കയും ചക്കക്കുരുവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സിലാണ് ഗൈസ് കാര്യം. കാരണം ആ ചക്കയുടെ അകത്തോട്ട് ഈ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. സോ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ഗ്യാസ് ഏറ്റവും സിമ്മിലിട്ട് വെക്കാം. ഓക്കെ, അത് മറക്കല്ലേ. പിന്നെ കുരുമുളക് കുറച്ചും കൂടിയും വേണം തോന്നിയതുകൊണ്ട് കുരുമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നല്ല വാഴയിലയിലോട്ട് ഈ ഒരു ചക്ക ബിരിയാണി സെർവ് ചെയ്തു. നല്ല മണമായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനാണ് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തത്. അച്ഛന് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനാണ്, എനിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഒരു ചൂടിലൊന്നും പറയാൻ പറ്റൂല കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തിക്ക് കൊടുത്തു, എൻ്റെ അനിയത്തിക്കും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ട്രൈ ചെയ്തേക്കുക. ബൈ.